സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. എന്താ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ? പൊതുവ്യത്യാസമുള്ള ശ്രേണിയെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പം അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്തെന്ന് പറയും? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി. പൊതുവ്യത്യാസമുള്ള സീരീസിനെ അഥവാ ശ്രേണിയെ എന്തെന്ന് പറയാം? സമാന്തര ശ്രേണി എന്ന് പറയും. അപ്പൊ എന്താണ് ഈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്? നമുക്ക് ഒരു ശ്രേണിയുടെ ആദ്യ പദത്തെ നമുക്ക് എ കൊണ്ട് സൂചിപ്പിക്കാം. രണ്ടാം പദത്തെ നമുക്ക് എയോട് പൊതുവ്യത്യാസം കൂട്ടിയത് കൊണ്ട് എഴുതാം. അടുത്തത് മൂന്നാം പദത്തെ എഴുതുമ്പം എ പ്ലസ് 2d എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ശ്രേണി എഴുതി പോവാം. അപ്പൊ ഇവിടെ ഈ ഡിയെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. ഡി എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ശ്രേണിയില് ഡി കണ്ടുപിടിക്കാൻ രണ്ടാം പദത്തു നിന്ന് ഒന്നാം പദം കുറച്ചാൽ മതി. ഈ രണ്ടാം പദത്തു നിന്ന് ഒന്നാം പദം കുറയ്ക്കുന്ന സംഖ്യയും മൂന്നാം പദത്തു നിന്ന് രണ്ടാം പദം കുറയ്ക്കുന്ന സംഖ്യയും തുല്യമായാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സമാന്തര ശ്രേണി എന്ന് പറയാം. അപ്പൊ ഡിയെ നമ്മൾ സൂചിപ്പിക്കുന്നത് അതായത് പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കുന്നതാണ് ഡി, കോമൺ ഡിഫറൻസ്. അതിന്റെ ഡി എന്ന അക്ഷരമാണ് എന്തിനെ സൂചിപ്പിച്ചേക്കുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ആദ്യ പദത്തെ നമുക്ക് എ കൊണ്ടും സൂചിപ്പിക്കാം, പൊതുവ്യത്യാസത്തെ ഡി കൊണ്ടും സൂചിപ്പിക്കാം. അപ്പൊ ഈ ശ്രേണി നമ്മളിപ്പോ എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d ഇങ്ങനെ പോകുന്നു. അതിൽ ആദ്യത്തെ പദത്തിൽ ഡി ഇല്ല, രണ്ടാമത്തെ പദത്തിൽ 1d വന്നിട്ടുണ്ട്, മൂന്നാമത്തെ പദത്തിൽ 2d വന്നിട്ടുണ്ട്, നാലാമത്തെ പദത്തിൽ 3d വരും. അങ്ങനെ 10ാമത്തെ പദത്തിലാണെങ്കിൽ എത്ര d വരും? 9d വരും. അതായത് ആദ്യ പദത്തിനോട് 9d കൂട്ടുമ്പം നമുക്ക് എത്രാം പദം കിട്ടും? 10ാം പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് n-ാം പദം ഇങ്ങനെ എഴുതാം. അതായത് xn എങ്ങനെ എഴുതാം? അതിനെന്ത് ചെയ്താൽ മതി? ആദ്യ പദത്തിനോട് n-ന്ന് 1 കുറഞ്ഞത് ഇൻറ്റു d അല്ലേ? നമ്മൾ 9ാം പദം എഴുതിയപ്പോഴത്തേക്ക് എ പ്ലസ് 8d എന്നല്ലേ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ 10ാം പദം എഴുതുമ്പോൾ എ പ്ലസ് 9d എന്നല്ലേ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ n-ാം പദം എഴുതുമ്പോൾ എ പ്ലസ് n-1d അല്ലേ എഴുതുന്നത്. അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തെ നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു? എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. n-ാം പദത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം xn എന്ന് സൂചിപ്പിക്കുന്നു. അത് കണ്ടുപിടിക്കാൻ എ പ്ലസ് n-1 d എന്നാണ് സൂചിപ്പിക്കുന്നത്. 3 പോലെ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ആദ്യം തുടക്കമാണ്. സമാന്തര ശ്രേണിയുടെ കണ്ടന്റ് മാത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കണ്ടന്റ് മൊത്തവും പറഞ്ഞത് ഫോർമുല മൊത്തവും ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് പ്രോബ്ലം ചെയ്തു പോകാൻ ഡിഫറെന്റ് ആയിട്ടുള്ള 50ഓളം മോഡൽ സമാന്തര ശ്രേണിയിൽ ചോദിച്ചിട്ടുണ്ട്. ആ കണക്കുകളെല്ലാം നമ്മൾ ക്ലാസ്സിൽ പല വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടന്റ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു സമാന്തര ശ്രേണി n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. എ പ്ലസ് n-1 d. ആദ്യ പദത്തിൽ നമ്മൾ എന്താ സൂചിപ്പിക്കുന്നത്? എ. പൊതുവ്യത്യാസം സൂചിപ്പിക്കുന്ന അക്ഷരം ഡി. ഈ പൊതുവ്യത്യാസം നമുക്ക് എങ്ങനെയാ കണ്ടുപിടിച്ചത്? രണ്ടാം പദത്തിൽ നിന്ന് ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാം പദമായ x2 ന്ന് ഒന്നാം പദമായ x1 മൈനസ് ചെയ്താൽ മതി. x2 ന്ന് x1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. പൊതുവ്യത്യാസമുള്ള സീരീസിനെ നമുക്ക് എന്തെന്ന് പറയാം? സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? അപ്പൊ n-ാം പദം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ ചെയ്യാനുള്ളത്? 6, 12, 18 എക്സെട്ര ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. പറഞ്ഞേ, ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 12 ന്ന് 6 കുറച്ചാൽ മതി. അപ്പൊ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടുന്നു? 6 കിട്ടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണ? 10ാം പദം കണ്ടുപിടിക്കണം. അപ്പൊ x 10 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? എ പ്ലസ് n-1 d എന്നല്ലേ? എ പ്ലസ് n-1 d. അപ്പൊ ഇവിടെ എക്സ് എ പ്ലസ് എത്ര ഡി? n-1 d. 10 മൈനസ് 1 എത്ര വരും? 9. അപ്പൊ എ പ്ലസ് 9 d എന്നല്ലേ? ഓക്കെ, എ എത്രയാ? 6 ആണ്. പ്ലസ് 9 ഇൻറ്റു ഡി എത്രയാ? 6 ആണ്. 9 6 എത്രയാ? 54. 54 6 കൂടെ കൂട്ടിയാൽ എത്രയാ വരുന്നത്? 60. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10ാം പദം കിട്ടിയില്ലേ? ഓക്കെ, 10ാം പദം കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. നോക്കൂ, എ പ്ലസ് n-1 d 10-ന് n-ന് എത്രയാ കൊടുക്കാനുള്ള? 10. 10 1 കുറച്ചാൽ 9 ആണ്. അപ്പൊ 9d വരും. ഇവിടെ 10 പദങ്ങളുടെ 10ാം പദം നമുക്ക് കിട്ടി. എത്രയാ? 60. നമുക്ക് ഇതിൽ നിന്ന് ഒരു 20ാം പദം കൂടെ കണ്ടുപിടിച്ച് നോക്കാം. x 20 കണ്ടുപിടിക്കും. x 20 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് എത്ര ഡി? 19d ചെയ്താൽ മതി. പറയാമോ? എ പ്ലസ് 19d എത്രയാ? 6 അല്ലേ? 19 ഇൻറ്റു ഡി എത്രയാ? 6 അല്ലേ? ഓക്കെ, 9 6 54, ശിഷ്ടം 5, 1 6 5 11. 114 എത്രയും കൂടെ കൂട്ടുന്നു? 6 കൂടി കൂട്ടുന്നു. അപ്പൊ നമുക്ക് എത്ര വരുന്നു? 120 വരുന്നു. ഇവിടെ എത്രയാ? ഓക്കെ, 20ാം പദം 120 അല്ലേ വന്നത്? ഓക്കെ,
നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ 20ാം പദവും 10ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 20ാം പദവും 10ാം പദവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 20ാം പദം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. x20 x10 നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യണം എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്രയാ? 120. x20 എന്ന് പറഞ്ഞാൽ 120 ആണ്. 120 നമ്മൾ എത്ര കുറയ്ക്കുന്നു? 60 കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടുന്നു? 60 കിട്ടുന്നു. 120 60 കുറച്ചാൽ നമുക്ക് 60 കിട്ടുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര പദം? 20 പദങ്ങൾ. 20ാം പദത്തിൽ നിന്ന് 10ാം പദം നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി. ഇവിടെ ഒരു സ്ഥാന വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എത്രയാ ഇവ തമ്മിലുള്ള പദവ്യത്യാസം? 10 അല്ലേ? 10 ഇൻറ്റു ഡി അല്ലേ? അതായത് 10 ആണ് സ്ഥാന വ്യത്യാസം. 10ാം പദവും 20ാം പദവുമാണ്. അപ്പൊ സ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണ്. ഇൻറ്റു എത്രയാ? 6 ആണ് പൊതുവ്യത്യാസം. അപ്പൊ 10 ഇൻറ്റു 6 അല്ലേ നോക്കി കിട്ടിയ ആൻസർ എത്രയാ? 10 ഇൻറ്റു 6 എത്രയാ? 60 ആണ്. അപ്പൊ ഇതൊരു കണക്ക്, നമ്മൾ കണക്കിടുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് പൊതുവ്യത്യാസം ഇൻറ്റു സ്ഥാന വ്യത്യാസം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒന്നും കൂടെ, പൊതുവ്യത്യാസം ഇൻറ്റു സ്ഥാന വ്യത്യാസം സമം എന്താ? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതൊരു ഫോർമുലയാണ്, പഠിച്ചു വെച്ചോളണം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് പൊതുവ്യത്യാസത്തെ സ്ഥാന വ്യത്യാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർമുല ഞാൻ ഇവിടെ എഴുതാം. എന്ത് പദം, അടുത്തത് എന്ത് പദം, എന്ത് പദത്തിൽ നിന്ന് എന്ത് പദം കുറച്ചാൽ ബാക്കി സ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് പദമാണ്. അപ്പൊ എം എന്ന് എന്ത് പദമാണ് അത് എന്ന്, അത് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഡി തന്നെയായിരിക്കും. പഠിച്ചോണം. അപ്പൊ ഇവിടെ സ്ഥാന വ്യത്യാസം ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ പദവ്യത്യാസം. അപ്പൊ അത് അക്ഷരത്തിൽ എഴുതിയാൽ കിട്ടുന്നു പദവ്യത്യാസം. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ എന്താ? സ്ഥാന വ്യത്യാസം. സ്ഥാന വ്യത്യാസം സമം എന്ത് കിട്ടുന്നു? സമം എന്തായിരിക്കും കിട്ടുന്നത്? ഡി ആയിരിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. പദവ്യത്യാസം കണ്ടുപിടിക്കുന്ന സ്ഥാന വ്യത്യാസവും ഡിയും കൂടെ വിളിച്ചാൽ മതി. അടുത്ത ഡി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ പദവ്യത്യാസം സ്ഥാന വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ കണക്കുകൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഷോർട്ട് കട്ട് ഉപയോഗിച്ച് PSCക്ക് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്നുകൂടെ, പദവ്യത്യാസത്തെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും? ഡി തന്നെയായിരിക്കും. നമ്മൾ കണക്ക് കണ്ടതാണ്. 20ാം പദത്തിൽ നിന്ന് 10ാം പദം കുറച്ചപ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി. ആ 60 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പൊതുവ്യത്യാസമായ ഡി 6 ഇൻറ്റു സ്ഥാന വ്യത്യാസമായ 10. 10 ഇൻറ്റു 6 60. അപ്പൊ ആ കണക്ക് നമുക്ക് കൂടുതൽ കണക്കുകൾ വേറെ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ഇതൊരു ഫോർമുല പരിചയപ്പെടുത്താൻ മാത്രം പഠിച്ചതാണ്. അപ്പൊ ഇവിടെ പഠിച്ച ഫോർമുല എന്ന് പറഞ്ഞത് എന്താണ്? എക്സ് എം മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ഈക്വൽ ടു ഡി. ഫോർമുല എഴുതി വെച്ച് പഠിച്ചു വേണം. അപ്പൊ നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പഠിച്ചു. ആദ്യം എന്താണെന്ന് അറിയാം. എന്നാം പദം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഈ പദവ്യത്യാസവും സ്ഥാന വ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം എന്ത് എന്ന് കൂടി നമ്മൾ പഠിച്ചു. പദവ്യത്യാസവും സ്ഥാന വ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും? ഡി തന്നെയായിരിക്കും. പഠിച്ചു വെച്ചോണം. പദവ്യത്യാസവും സ്ഥാന വ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം എല്ലായ്പ്പോഴും ഡി തന്നെ ആയിരിക്കും. അതാണ് അടുത്ത നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ എക്സ് എൻ കണ്ടുപിടിക്കണം. എക്സ് എൻ എന്ന് പറയുന്നത് ആ ശ്രേണിയുടെ ആൾജിബ്രൈക് ഫോമാണ്. എന്താണ്? ആൾജിബ്രൈക് ഫോമാണ്. അല്ലെങ്കിൽ എന്ത് ടൈമാണ്? എന്ത് ടൈമിനെയാണ് നമ്മൾ ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എൻ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനുള്ള ഫോമുല നമുക്കറിയാം. എ പ്ലസ് എന്താണ്? എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. നമുക്കിവിടെ എ എത്രയാ തന്നിരിക്കുന്നത്? 6 അല്ലേ? എന്നിന് എന്ത് ടേം അല്ലേ കണ്ടുപിടിക്കാനുള്ള. അപ്പൊ പിന്നെ എന്നിന് എന്നു തന്നെ അങ്ങ് കൊടുത്താൽ പോരെ. ഇൻറ്റു ഡി ഇവിടെ എത്രയാണ്? 6 ആണ്. മൾട്ടിപ്ലൈ നോക്കാം. 6 പ്ലസ് 6n മൈനസ് 6 എന്നല്ലേ വന്നത്. ഓക്കെ, 6 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ വന്നത്? 6n. അപ്പൊ ഈ ശ്രേണിയുടെ, ഈ തന്നിരുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്താണ്? 6n ആണ്. ഈ ബീജഗണിത രൂപത്തിൽ എല്ലായ്പ്പോഴും വേരിയബിൾ n ആണെങ്കിൽ n 6n ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 6x എന്നായിരിക്കും. ബീജഗണിത രൂപത്തിൽ എല്ലായ്പ്പോഴും വേരിയബിൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഈ ആൾജിബ്രൈക് ഫോം തന്നിരുന്നാൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു എപ്പിയുടെ ആൾജിബ്രൈക് ഫോം തന്നിരുന്നാൽ നമുക്ക് അതിന് എയും എഴുതാം ഡിയും എഴുതാം. അതും മറ്റൊരു ഫോമുലയാണ്. അപ്പൊ അത് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ എക്സ് ഏതൊരു സമാന്തര ശ്രേണിയുടെയും
ആൽജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? an + b ആയിരിക്കും. പഠിച്ചു വെച്ചോണം. അടുത്ത ഫോമുലകൾ മാത്രമാണ് നമ്മൾ ഇന്ന് സമാന്തര ശ്രേണിയിൽ പരിചയപ്പെടുന്നത്. അടുത്ത ക്ലാസ് തൊട്ടാണ് നമ്മൾ കണക്ക് ചെയ്തു പോകുന്നത്. നോക്കോ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എന്ന് പറയുന്നത് an + b ആയിരിക്കും. അപ്പൊ എന്താണ് a എന്ന് പറയുന്നത്? എന്തായിരിക്കും? പൊതുവ്യത്യാസമായിരിക്കും. അപ്പൊ എന്താണ് a + b? a + b എന്ന് പറയുന്നത് a ആയിരിക്കും. ഇത് കാണാതെ പഠിച്ചു വെച്ചോളണം. ഒന്നുകൂടി, ഒരു സമാന്തര ശ്രേണിയുടെ ആൽജിബ്രൈക് ഫോം അഥവാ എന്ത് ഫോം അഥവാ ബീജഗണിത രൂപം തന്നിരുന്നാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിയും എയും എഴുതാം. ഡി എഴുതാൻ എന്ത് ചെയ്താൽ മതി? എന്നിന്റെ ഗുണോത്തരം എത്രയാണോ അത് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ആദ്യ പദം എങ്ങനെ എഴുതാം? ആ എയും ബിയും കൂടെ കൂട്ടിയാൽ മതി. എന്നിന്റെ ഗുണോത്തരമായി എയും അതിലെ കോൺസ്റ്റന്റ് ആയ ബിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? എയും കിട്ടുന്നു. ആദ്യ പദം, ശ്രേണിയുടെ ആദ്യ പദം കിട്ടുന്നു. ഇത് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ്. സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ പറയുന്നത്, എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നാം പദം, എന്നിന് പകരം 2 കൊടുക്കുമ്പോൾ രണ്ടാം പദം, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോൾ പൊതുവ്യത്യാസം. ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുന്നു. പക്ഷെ നമ്മൾ PSC ചെയ്യുമ്പോൾ 1/2 മിനിറ്റ് കൊണ്ടാണ് ചെയ്യാറ്. അപ്പോൾ ബീജഗണിത രൂപം തന്നാൽ നമുക്ക് ഈ ഫോമുല പഠിച്ചാൽ അതും ഉപകരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നും കൂടെ പഠിച്ചതെല്ലാം കൂടെ പറയാം. അപ്പൊ എന്ത് ഫോം എന്ത് ടൈം കണ്ടുപിടിക്കാൻ പഠിച്ചു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു, പദവ്യത്യാസവും സ്ഥാനവ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം പഠിച്ചു, ബീജഗണിത രൂപം എഴുതാനും പഠിച്ചു. പഠിച്ച കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. അപ്പൊ എല്ലാ പദവുമായി ബന്ധപ്പെട്ട് ഇത്രയാണ്. ഇനി അതിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാതെ വെറുതെയാണ്. ഇതോ പദങ്ങളുടെ എണ്ണം xn അവസാന പദം സമം a + n - 1 × d എന്നാണ്. ഇതിനെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? a + dn - d എന്നല്ലേ വരുന്നത്. ഓക്കെ, ഇതില് പിന്നെ ആദ്യ പദം ഏതാണ്? a അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ? xn നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കാൻ പോകുന്നു? a കുറയ്ക്കാൻ പോകുന്നു. ഇതിൽ രണ്ടും എന്തുണ്ട് പൊതുവായിട്ട്? അപ്പൊ ഡി ഓപ്പൺ ചെയ്യേണ്ടായിരുന്നു. d × എന്താണ്? n - 1 എന്നല്ലേ വരുന്നത്. ഡി ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇപ്പൊ എന്താ കണ്ടുപിടിക്കും? n അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ d കൊണ്ടുവന്നത് അവസാന പദത്തിൽ നിന്ന് ആദ്യ പദമായ a കുറച്ചതിന് ശേഷം അതിൽ നിന്ന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? d കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. d കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? എണ്ണം കിട്ടുന്നു. അതായത് ഇവിടെ ഈ a കിടക്കുന്ന ഇങ്ങ് കൊണ്ടുവന്ന് അപ്പൊ xn - a ആയില്ലേ. d × n - 1 എന്നല്ലേ കിടക്കുന്നത്. അതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? എണ്ണമല്ലേ കണ്ടുപിടിക്കാനുള്ള. എണ്ണം കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെ വന്ന സംഖ്യ d കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? പ്ലസ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ഇവിടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോമുല മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ 30-നോ 50-നോ ഇടയ്ക്കില് 4ന്റെ ഗുണിതങ്ങൾ എത്രയുണ്ട്, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 വരുന്ന സംഖ്യ എത്രയുണ്ട്, അല്ലെങ്കിൽ 2 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 3 വരുന്ന സംഖ്യ എത്രയുണ്ട്. ഇങ്ങനെ വരുന്ന കണക്കുകളിലെല്ലാം എത്ര 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 എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവസാന പദത്തിന്ന് എന്ത് പദത്തിന്ന്? അവസാന പദത്തിന്ന് നോക്കിയോളൂ. അവസാന പദത്തിന്ന് ആദ്യ പദം മൈനസ് ചെയ്തിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 കൂട്ടണം. ഒന്നും കൂടെ, അന്ത്യപദം മൈനസ് ആദ്യപദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. കാണാതെ അതുപോലെ പഠിക്കുക. അന്ത്യപദം മൈനസ് ആദ്യപദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. എന്ത് കണ്ടുപിടിക്കാൻ? എണ്ണം കണ്ടുപിടിക്കാൻ. എന്തിന്റെ? ഒരു സമാന്തര ശ്രേണിയുടെ. അപ്പൊ സമാന്തര ശ്രേണിയുടെ ഇപ്പൊ 100-നും 500-നും ഇടയിലുള്ള 7 കൊണ്ട് ഭാഗിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100-നും 500-നും ഇടയ്ക്ക്. അപ്പൊ 100-നും 500-നും ഇടയ്ക്കുള്ള 7 കൊണ്ട് ഭാഗിക്കാവുന്ന സംഖ്യയുടെ എണ്ണം, അതായത് 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം. അതാണ് 7 കൊണ്ട് ഭാഗിക്കാവുന്ന സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്നുള്ള അടുത്ത ക്ലാസ്സിൽ പറയും. ഇപ്പൊ നമ്മൾ കണ്ടന്റാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ എണ്ണവുമായി, അതായത് എണ്ണാം പദവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം ഭാഗവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എണ്ണാം പദവുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതായത് പൊതുവ്യത്യാസ ശ്രേണി പറഞ്ഞു, പൊതുവ്യത്യാസം പറഞ്ഞു, ആദ്യപദം പറഞ്ഞു, എണ്ണാം പദം പറഞ്ഞു, ബീജഗണിത രൂപം പറഞ്ഞു, എണ്ണം കണ്ടുപിടിക്കാനും പറഞ്ഞു, പദവ്യത്യാസവും സ്ഥാനവ്യത്യാസവും നമ്മളുടെ അംശബന്ധം എന്തെന്നും പറഞ്ഞു, ബീജഗണിത രൂപം തന്നിരുന്നാൽ അതിൽ നിന്ന് പൊതുവ്യത്യാസവും ആദ്യപദവും എഴുതുന്നത് എങ്ങനെയെന്നും പറഞ്ഞു. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ സമ്മിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതില്
അടുത്ത ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാമത്തെ പാർട്ടാണ് സമ്മുമായി ബന്ധം. ഈ രണ്ട് പാർട്ട് ഇതിൽ പഠിക്കാനുള്ള ഫോർമുല. പിന്നെ കണക്കാണ്. കണക്ക് ഒരു 50ഓളം കണക്ക് മോഡലുണ്ട്. ആ മോഡൽ ചെയ്യുമ്പോൾ ഈ ഫോർമുല തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സമ്മ് കണ്ടുപിടിക്കുന്നത്, കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ തുക കണ്ടുപിടിക്കണം. അപ്പൊ തുക കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്. ഇവിടെ തുക കണ്ടുപിടിക്കാനായിട്ട് എത്ര ഫോർമുല ഉണ്ട്? രണ്ട് ഫോർമുല ഉണ്ട്. നോക്കാം. ആദ്യത്തെ ഫോർമുല ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നു. SN = ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യ പദവും ഉണ്ട്, അവസാന പദവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർമുല n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, അതായത് a + an. ആദ്യ പദം നമ്മൾ a എന്നല്ലേ എടുത്തത്, അവസാന പദം a എന്നല്ലേ എടുത്തത്. അപ്പൊ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിക്കിട്ടുന്ന ഉത്തരത്തെ n-ന്റെ എണ്ണത്തിന്റെ പകുതി കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ SN = n/2 ഇൻറ്റു a + an. ഇത് ഒരു ഫോർമുല. ഇനി നമുക്ക് അവസാന ഫോർമുല അറിയില്ല എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d. അതായത് നമ്മൾ ആദ്യം പഠിച്ച എന്ത് തന്നെ a + n-1 * d, an പകരം പഠിച്ച a + n-1 * d കൂടെ ഇതിനോട് കൂട്ടുന്നു. ആ aയും aയും കൂടെ കൂട്ടിയാൽ 2a, ബാക്കി അത് തന്നെ. അതാണ് ഇവിടെ. അവിടെ an അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. an അറിയാമെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാവൂ, അങ്ങനെ എളുപ്പം. അപ്പൊ SN കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു. എന്താ ഫോർമുല? n/2 ഇൻറ്റു 2a + n-. എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് അറിയാം. a ആദ്യ പദം, d പൊതുവ്യത്യാസം, n പദങ്ങളുടെ എണ്ണം. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയാ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വേണം? n വേണം. ഇവിടെ n തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. n കണ്ടുപിടിക്കണം. നമ്മൾ n കണ്ടുപിടിക്കാൻ നേരത്തെ പഠിച്ചില്ലേ? n കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞോളൂ. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്തിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 കൂട്ടണം എന്നല്ലേ പഠിച്ചത്. ഇവിടെ അവസാന പദം ഏതാ? 46. 46നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? എത്ര മൈനസ് ചെയ്യുന്നു? ആദ്യ പദമായ 6 മൈനസ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. ഇവിടെ പൊതുവ്യത്യാസം പറഞ്ഞ എങ്ങനെയാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത്? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്യണം. അപ്പൊ 10 എത്ര മൈനസ് ചെയ്യണം? 6 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് എങ്ങനെയെന്ന് മനസ്സിലായി? അതെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി എത്ര കൂട്ടണം? 1 കൂട്ടണം. പറഞ്ഞേ, 46 4 കുറച്ചാൽ 40 അല്ലേ? 40 4 കൊണ്ട് വായിച്ച 10 അല്ലേ? 10 ഒന്നും കൂടെ കൂട്ടിയാൽ 11 അല്ലേ? അപ്പൊ എത്ര കിട്ടി? 11 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് 6 മുതൽ 46 വരെയുള്ള 6 മുതൽ എന്താ 6+ എന്നിട്ടിരിക്കുന്നു, +46 എന്നിട്ടിരിക്കുന്നു. അപ്പൊ സംഖ്യ നമ്മള് വേടില് വായിച്ചെടുക്കുമ്പോ 6 മുതൽ 46 വരെയുള്ള സംഖ്യകളുടെ തുക എന്ത് എന്നാണ് വായിച്ചെടുക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ തന്നെ 6 46 ഇടയിലുള്ള എന്ന് വരാം. അപ്പോഴും നമ്മള് എയും എന്നും വ്യത്യസ്തമാണ്, അത് നമ്മൾ വേറെ പഠിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ 6 മുതൽ 46 വരെയുള്ള സംഖ്യ എടുത്തത്. അപ്പൊ നമുക്കിവിടെ എസ് എത്രയാ കണ്ടുപിടിക്കാണ്? 11 പദങ്ങളുടെ തുകയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. ഫോർമുല പറഞ്ഞോളൂ. SN കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞോളൂ. ആദ്യം SN = n/2 ഇൻറ്റു a + an. എന്തുകൊണ്ടാണ് ഈ ഫോർമുല എഴുതിയെന്ന് മനസ്സിലായി? ആദ്യ പദമുണ്ട്, അവസാന പദമുണ്ട്, അതുകൊണ്ട് n എത്രയാ കിട്ടിയത്? 11/2. ഓക്കെ, ആദ്യ പദം എത്രയാ? 6 + an എത്രയാ? 46. പറഞ്ഞോളൂ. 46 6 കൂടെ കൂട്ടി എത്രയാ? 52. അപ്പൊ 11/2 ഇൻറ്റു 52 എന്നാണ് പറഞ്ഞത്. ഈ 52ഉം ഏതും കൂടെ വെട്ടാം? 2ഉം കൂടെ വെട്ടാം. എത്ര വരും? 2, ബാക്കി 12 6. എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 11 ഇൻറ്റു 26 മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10 ഇൻറ്റു 26 എത്ര വരും? 260. അപ്പൊ നമുക്ക് വരുന്നു 260 + 26 എന്നല്ലേ വരുന്നത്. അപ്പൊ എത്ര വരും? 286 എന്ന് വരും. 286. നിങ്ങൾ അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാ? 11 ഇൻറ്റു 26 ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്തത് 10 ഇൻറ്റു 26 260. പിന്നെ ഒരു 26 കൂടിയാണ് ഉള്ളത്. അപ്പൊ 260 ഒരു 26 കൂട്ടിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്മൾ ചെയ്തു 286. അപ്പൊ ഇവിടെ എത്രയാ? 11 പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് എത്ര വരും? 286. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പഠിച്ചു? തുക കണ്ടുപിടിക്കാനും പഠിച്ചു. ഈ ക്വസ്റ്റ്യൻ തന്നെ അപ്പൊ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഈ ഫോർമുലയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫോർമുലകളായിട്ട് മാറ്റാം. ഇതിനെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, ആദ്യത്തെ
എണ്ണൽ സംഖ്യകളുടെ തുക എന്നൊക്കെ നമുക്ക് ഇതിലിട്ട് പഠിക്കാം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ശ്രേണി എങ്ങനെ എഴുതും? 1, 2, 3 എക്സെട്ര ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഫോർമുല ആയത് തന്നെ Sn = n/2 × 2a + n - 1 × d. എന്താ ഞാൻ ഈ ഫോർമുല എഴുതിയത്? ഇവിടെ എന്തില്ല? അവസാന പദം ഇല്ല. അതുകൊണ്ട് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വില കൊടുക്കാം. n ഇല്ല, n പദങ്ങളുടെ തുകയാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പൊ n/2 × 2a. 2 × a എത്രയാ? ആദ്യ പദം 1 അല്ലേ? ഓക്കെ, പ്ലസ് n ഇല്ല, n അതുപോലെ തന്നെ കൊടുത്തു. പൊതു വ്യത്യാസം ഇവിടെ എത്രയാ? 2 1 കുറച്ചാൽ എത്രയാ? 1 അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞോളൂ, n × 1 എന്ന് പറഞ്ഞാൽ എന്നാണ്? 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് 2 1 കുറച്ചാൽ പിന്നെ 1 അല്ലേ വരുന്നത്? അപ്പൊ 1 + n എന്നല്ലേ വരുന്നത്? അപ്പൊ ഇവിടെ വരുന്നു n/2 × n + 1 എന്ന് വരുന്നു. എന്താ? Sn കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഏതിന്റെ? എണ്ണൽ സംഖ്യകളുടെ തുക. എങ്ങനെയാ ഇത് ഓപ്പൺ ചെയ്തേക്കണം? 1 × n, 1 × 1 - 1. ആ 2 1 പോയാൽ പിന്നെ 1. അപ്പൊ n + 1 എന്നായില്ലേ അകത്ത്? n + 1 വെളിയിൽ കിടന്ന n/2 ഞാൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? n × n + 1/2. ഇത് പഠിച്ചു വെച്ചോണ്ട്. എന്ത് സംഖ്യയാണ്? എണ്ണൽ സംഖ്യ. മനസ്സിലായി? നമ്മുടെ തുക ഉണ്ട്. മറന്നുപോയാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇത് കാണാതെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും ഇതുപോലെ ചെയ്ത് പഠിക്കേണ്ട. n × n + 1/2 ആണ് എണ്ണൽ സംഖ്യ. ഇനി തന്നിരിക്കുന്നു അടുത്ത ഇരട്ട സംഖ്യയുടെ. ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്നു. അപ്പൊ ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാ? 2 ആണ്. അടുത്ത ഇരട്ട സംഖ്യയോ 4 ആണ്. അടുത്തതോ 6 എക്സെട്ര. n ഇരട്ട സംഖ്യയാണ്. ഇവിടെയോ അവസാന പദം ഇല്ല. അപ്പൊ നമ്മൾ ഫോർമുല ഏത് തന്നെ എഴുതണം? Sn = n/2 × 2a + n - 1 × d തന്നെ എഴുതണം. ഫോർമുല വില കൊടുത്തോളൂ. n/2 × ആദ്യ പദം എത്രയാ? 2 ആണ്. 2 × 2 n ഇല്ല, n അതുപോലെ തന്നെ കൊടുത്താൽ മതി. n അതുപോലെ തന്നെ കൊടുത്തു. d എത്രയാ? d എന്ന് പറയുന്നത് 2 ആണ്. കാരണം ഇരട്ട സംഖ്യയാണ്. 4 × 2 പോയാൽ 2 ആണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞോളൂ. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റാം. n/2 അതുപോലെ എഴുതി. 2 × 2 4 ആണ്, പ്ലസ് 2n ആണ്, -2 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടു. ഇതാ നോക്കിക്കേ, 4 ന്ന് 2 പോയാൽ ബാക്കി 2 അല്ലേ? 2. അപ്പൊ 2 + 2 എന്നല്ലേ വരുന്നത്? ആ 2ലും, അതായത് ഞാൻ ഇവിടെ എഴുതുന്നു n/2 × 2 + 2n എന്നാണ് കിടക്കുന്ന അവസ്ഥ. ഇതിൽ 2 കോമൺ ആയിട്ട് ഒരു 2 ഇല്ലേ? അതിങ്ങ് പുറത്തെടുത്താൽ പിന്നെ വരുന്നത് എന്താ? n/2 × 2 × n + 1 എന്നല്ലേ വരുന്നത്. ഈ 2 ഉം കട്ട് ചെയ്താൽ പിന്നെ വരുന്നത് എന്താ? n × n + 1 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഇരട്ട സംഖ്യയുടെ തുക. n ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുന്നത് n × n + 1. ഇതൊന്നും നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ഫോർമുലയാണ്. നമുക്ക് കുറച്ച് 8 ഫോർമുല നമുക്ക് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് കാണാതെ പഠിക്കണം. AP-യിൽ മാത്രമായിട്ട്. EP, HP ഉണ്ട്, അത് വേറെ. അപ്പൊ ഇവിടെ ഇരട്ട സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല n × n + 1 ആണ്. അടുത്ത നമുക്ക് ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിക്കാം. അപ്പൊ ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ഒറ്റ സംഖ്യയിൽ എഴുതുമ്പോൾ ശ്രേണി എഴുതുന്നത് എങ്ങനെയാ? 1 3 5 7 എക്സെട്ര ഇങ്ങനെ പോകും. ഇവിടെയും ഫോർമുല ഏത് തന്നെ? അവസാന പദം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഫോർമുല ഏത് തന്നെ? Sn = n/2 × 2a + n - 1 × d. നിങ്ങൾ ശ്രദ്ധിക്കുക, അവസാന പദം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വില കൊടുക്കാവൂ? a + an കൊടുക്കാം. ഇവിടെ പറഞ്ഞോളൂ, ആദ്യ പദം n ഇല്ല, n തന്നെ കൊടുത്തു. 2 × a ക്ക് പകരം എത്ര കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. പ്ലസ് n-ന് n തന്നെ കൊടുക്കുന്നു. d n - 1 d എത്രയാ? അവിടെയും d 2 തന്നെ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പറഞ്ഞോളൂ. n/2 ഇവിടെ കൊടുത്തു. ബ്രാക്കറ്റിനകത്ത് 2 × 1 2 തന്നെ. ഇവിടെ പ്ലസ് 2n - 2 എന്നാണ് വന്നത്. അപ്പൊ ഇവിടെ 2 ഉം എന്ത് ചെയ്തു? ക്യാൻസലായി. ബാക്കി ബ്രാക്കറ്റിനകത്ത് 2n അല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തെന്ന് വന്നു? n/2 × 2n എന്നല്ലേ. ഓക്കെ, ഈ 2 ഉം ക്യാൻസൽ ചെയ്തില്ലേ. അപ്പൊ ഇവിടെ എന്താ വന്നത്? n² അല്ലേ വന്നത്. ഇതെന്താ? ഒറ്റ സംഖ്യയുടെ തുകയല്ലേ. ഓക്കെ, n ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് n² ആണ്. എത്രയാണ്? n² ആണ്. അപ്പൊ ഞാനിത് ഇങ്ങനെ പഠിപ്പിച്ച എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഫോർമുല ഉണ്ടാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഈ ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പറയാമോ? ഇവിടെ നമുക്ക് ഫോർമുലയിൽ നിന്ന് വ്യത്യാസം പറയാമോ? ഇരട്ട സംഖ്യയുടെ തുക നമുക്ക് കിട്ടിയത് n × n + 1 ആണ്. അതിനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റാം. n² + n എന്നാണ് വന്നത്.
ഇനി ഒറ്റ സംഖ്യകളും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറയ്ക്കണമെന്നാണ്. ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പൊ എന്താ വ്യത്യാസം? ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം. ഇരട്ട സംഖ്യ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ് n × n n സ്ക്വയർ പ്ലസ് n. ഒറ്റ സംഖ്യകൾ n സ്ക്വയർ. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ n സ്ക്വയറും പോയി. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് തന്നെയായിരിക്കും? ഇത് ഇങ്ങനെ പഠിച്ചോളണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു: ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ ഒരു സമാന്തര ശ്രേണിയുടെ ഒരു ഇരട്ട സംഖ്യയുടെ, അതായത് ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയിൽ നിന്ന് എത്ര കുറവാണ് അടുത്ത 10 ഒറ്റ സംഖ്യയുടെ തുക? ക്വസ്റ്റ്യൻ ഇട്ടത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പറയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇരട്ട സംഖ്യയുള്ള ആദ്യത്തെ 10 ഇരട്ട സംഖ്യയുടെ തുകയിൽ നിന്ന് എത്ര കുറവാണ് ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക? എത്ര കുറവായിരിക്കും? എന്ന് കുറവായിരിക്കും അല്ലേ? എത്ര? 10 ഒറ്റ സംഖ്യകൾ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ 10 ഒറ്റ സംഖ്യകൾ. അപ്പൊ നമുക്കിത് സംഖ്യയായിട്ട് ചെയ്ത് നോക്കാം സിമ്പിളിന് വേണ്ടി. ആദ്യത്തെ 4 ഇരട്ട സംഖ്യകൾ നമുക്ക് എഴുതാം. ആദ്യത്തെ 4 ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 ആണ്. ആദ്യത്തെ 4 ഒറ്റ സംഖ്യയും ഞാൻ എഴുതാൻ പോകുന്നു. എത്രയാ? 1, 3, 5, 7 എഴുതാൻ പോകുന്നു. ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പോകണം? ഇതിന്റെ തുക കണ്ടുപിടിക്കാൻ പോകുന്നു. ഇവിടെ തുക എന്ന് പറയുന്നത് എത്രയാ? പറഞ്ഞ ഇവിടെ തുക എന്ന് പറയുന്നത് എത്രയാ? തുക 4 ഉം 2 6, 6 × 12, 12 തൊട്ട് എത്ര വരും? 20. ഇവിടെ പറഞ്ഞേ 3 1 4, 4 5 9, 9 7 എത്രയാ വരുന്നത്? 9 5 എത്രയാ? 9 7 എത്രയാ? 16. ഓക്കെ, ഇത് ഇരട്ട സംഖ്യകളുടെ തുക. ഈ എഴുതിയിരിക്കുന്ന ഇരട്ട സംഖ്യയുടെ തുക, ഈ എഴുതിയിരിക്കുന്നത് ഒറ്റ സംഖ്യയുടെ തുക. വ്യത്യാസം നോക്കിയേ. 20 16 കുറച്ചാൽ എത്രയാ? 4 ആണ്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആദ്യത്തെ 4 ഇരട്ട സംഖ്യയുടെ തുകയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ 4 ഇരട്ട സംഖ്യയുടെ തുകയിൽ നിന്ന് എത്ര കുറവാണ് ഈ 4 ഒറ്റ സംഖ്യയുടെ തുക? ഉത്തരം എത്രയാ? 4. കാരണം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച എത്ര സംഖ്യയുടെ തുകയാണ്? 4 സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിച്ചാൽ എത്ര വരും? 10 ആയിരിക്കും വ്യത്യാസം. അത് ഏതിനും മാത്രമുള്ളതാണ് ഫോർമുല. ഇരട്ട സംഖ്യകൾക്കും ഒറ്റ സംഖ്യകൾക്കും മാത്രമുള്ളതാണ്. കാരണം നമ്മൾ അതാണ് ഇവിടെ കണ്ടുപിടിച്ചേക്കണം, ഇതാണ് കുറച്ചേക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇത് പെട്ടെന്ന് ഉത്തരം എഴുതാൻ വേണ്ടിയാണ്, നമ്മളിത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫോർമുല പറഞ്ഞത്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയിൽ നിന്ന് n കുറവായിരിക്കും ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. അല്ലെങ്കിൽ ഒറ്റ സംഖ്യയുടെ തുകയോട് n കൂട്ടിയാൽ എന്ത് കിട്ടും? ഇരട്ട സംഖ്യയുടെ അത്രയും ഇരട്ട സംഖ്യയുടെ തുക കിട്ടും. അപ്പൊ 100 ഇരട്ട സംഖ്യയുടെ തുക നമുക്ക് കണ്ടുപിടിക്കണം. 100 ഒറ്റ സംഖ്യയുടെ തുക തന്നിട്ടുണ്ട്. അപ്പൊ 100 ഒറ്റ സംഖ്യയുടെ തുകയോട് എത്ര കൂട്ടിയാൽ മതി? 100 കൂട്ടിയാൽ മതി. എന്ത് കിട്ടാൻ? 100 ഇരട്ട സംഖ്യയുടെ തുക കിട്ടും. തിരിച്ചാണെങ്കിൽ 100 കുറച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്ത്, അല്ലെങ്കിൽ എത്ര കൂടുതലാണ് എത്ര കുറവാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ പറയാം. ആ വാക്കിനനുസരിച്ചാണ് നമ്മൾ ആൻസർ മാറ്റി എഴുതി കൊടുക്കുന്നത്. സമാന്തര ശ്രേണിയിൽ ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നേരെ വായിക്കുക. പല കുട്ടികളും ക്വസ്റ്റ്യന്റെ മീനിങ്ങും ക്വസ്റ്റ്യനും നേരെ വായിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് സമാന്തര ശ്രേണി എന്ന ഭാഗം തെറ്റിപ്പോകുന്നത്. അവർക്ക് ചെയ്യാൻ അറിയാമായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഫോർമുല പഠിച്ചു വെച്ചുള്ള ഒറ്റ സംഖ്യകൾ, ആദ്യത്തെ n ഒറ്റ സംഖ്യകളും ആദ്യത്തെ n ഇരട്ട സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഏതാ അവിടെ വെട്ടിപ്പോയത്? n സ്ക്വയറും വെട്ടിപ്പോയി. ബാക്കി വ്യത്യാസം എത്രയാ വന്നത്? n ആയിരിക്കും. അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസം n ആയിരിക്കും. ഇനി അപ്പൊ തുക കണ്ടുപിടിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. ബാക്കി നമുക്ക് കണക്ക് ചെയ്യാൻ പറയാം.